രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന പ്രിഡേറ്ററെ കൈവിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ആ പെൺകുട്ടിയുടെ പരാതി പോലീസ് മേധാവിക്ക് കൈമാറുകയാണോ KPCC? നിയമപരമായി ഈ പരാതിയിൽ നടപടിയെടുക്കണമെന്ന് KPCC ആവശ്യപ്പെടുകയാണോ? അതാണ് അറിയേണ്ടത്. ആർ റോഷിബാൽ നമുക്കൊപ്പം. ആർ റോഷിബാൽ, യുവതിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് എന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ക്രൂരമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആവർത്തിച്ചുള്ള സന്ദേശങ്ങൾ, ആവർത്തിച്ചുള്ള ഭീഷണി, സ്വകാര്യമായി കാണണമെന്ന്, ഗർഭിണിയാക്കണമെന്ന്, ഇതെല്ലാം ആവശ്യപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ തുറന്നു കാട്ടുന്ന പരാതിയാണ്. ആ പരാതിയിന്മേൽ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിലേക്ക് തന്നെ ഈ അന്വേഷണവും എത്തുമോ? ഈ രണ്ട് പരാതികളും ഒന്നിച്ചായിരിക്കുമോ അന്വേഷിക്കുക? ഏറ്റവും പ്രധാനപ്പെട്ട പരാതി, ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി റാവണ ചന്ദ്രശേഖരന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കൈമാറിയിരിക്കുന്നു. പരാതി കൈമാറിയ കാര്യം ആ പെൺകുട്ടിക്ക് ഇമെയിലായി മറുപടി കൂടി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. ഈ കാര്യത്തിൽ എടുത്ത നടപടിയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്ക് മറുപടി കൂടി സണ്ണി ജോസഫ് നൽകിയിരിക്കുന്നു. ആ പരാതി നേരെ സംസ്ഥാന പോലീസ് മേധാവിയുടെ കൈകളിലേക്ക്. ഇനി സംസ്ഥാന പോലീസിന്റെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ നേരത്തെ യുവതി നൽകിയ പരാതിയിൽ പ്രത്യേക പോലീസ് സംഘമുണ്ട്. ആ പോലീസ് സംഘത്തിലേക്ക് ഈ പരാതി കൈമാറുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത കാര്യമടക്കം ആ പെൺകുട്ടിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന കാര്യം കൂടി സണ്ണി ജോസഫ് ആ പെൺകുട്ടി മറുപടി നൽകിയിരിക്കുന്നു. അതിന്റെ പകർപ്പ് കൂടി, ആ ഇമെയിൽ മറുപടി കൂടെ നമുക്ക് സ്ക്രീനിൽ കാണിക്കാവുന്നതാണ്. ആ പെൺകുട്ടിക്ക് KPCC അധ്യക്ഷൻ 4 മണി ഏതാണ്ട് 12:41 നൽകിയ പരാതി KPCC അധ്യക്ഷൻ ശ്രദ്ധയിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായി പരാതി നൽകാനുള്ള കാരണം എന്താണ് എന്ന് കൂടി ആ പരാതിയിൽ പറയുന്നുണ്ട്. അതായത് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് ഈ പെൺകുട്ടിയെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിളിച്ചത്. ക്രൈംബ്രാഞ്ചിനോട് എല്ലാ സംഭവങ്ങളും ഈ പെൺകുട്ടി വിവരിച്ചിട്ടുണ്ട്. ആദ്യം പരാതി നൽകിയ യുവതിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായി. ഒരു പരാതിയും KPCCക്ക് ലഭിച്ചിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞതുകൊണ്ടാണ് താൻ ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നുകൂടി ഈ യുവതി പറയുന്നില്ലേ റോഷിബാൽ? നേരത്തെ തന്നെ ഈ പെൺകുട്ടി ക്രൈംബ്രാഞ്ചിന് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറി. പക്ഷേ നിയമ നടപടിക്ക് പെൺകുട്ടിക്ക് ധൈര്യമില്ല. കാരണം സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിക്രമം മാത്രവുമല്ല, രാഹുലിന്റെ സംഘത്തെ ഭയമാണെന്ന് പെൺകുട്ടി പറയുന്നു. അങ്ങനെ ഭയം കാരണമാണ് താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാത്തതെന്ന് പരാതി.